ബോഡി ഗാർഡ്. രചന പ്രിയപ്പെട്ടവൾ കുട്ടു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവനൊന്നും മിണ്ടാതെ അവളുടെ കാൽപാദം ചെറുതായി ഉയർത്തി. പെട്ടെന്ന് ദ്രൗപദി ചെറുതായി കാലുവലിച്ചെങ്കിലും മസിൽ പിടിച്ച കാരണം കാൽപാദത്തിൽ നല്ല വേദനയുണ്ടായിരുന്നു. ശിവൻ അവളുടെ കാലിൽ നിന്ന് ചെരുപ്പൂരി അമൃത്തി തടവിക്കൊടുത്തു. ചെറുതായി ഞരമ്പ് പിണഞ്ഞിരിക്കുന്ന അവളുടെ കാലിൽ അവൻ തടവുകയും വിരലിൽ പിടിച്ച് കുടഞ്ഞ് ഞെട്ട കേൾപ്പിക്കുകയും ചെയ്തു. കുറച്ചു നേരം അങ്ങനെ തടവിയപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ഒരു മടിയും കൂടാതെ തന്റെ കാലിൽ പിടിച്ച് തടവി തന്നവനെ അവൾ നോക്കിയിരുന്നു. ഒരുപക്ഷെ വെങ്കി ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്തെന്നേനെന്ന് അവൾ ഓർത്തു. കാലിൽ നീരുണ്ടല്ലോ. അത് ചോദിച്ചുകൊണ്ട് ദ്രൗപദി നോക്കി ശിവൻ കാണുന്നു തന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവളെയാണ്. കണ്ണുകൾ തന്റെ മുഖത്താണെങ്കിലും അവൾ വേറെന്തോ ആലോചനയിലാണെന്ന് അവന് മനസ്സിലായി. അവൻ പതിയെ എഴുന്നേറ്റു. വേദന കുറവുണ്ടോ? അവൾ അതേന്ന് തലയാട്ടി ഗൗരവത്തോടെ നേരെ ഇരുന്നു. കാലിൽ നല്ല നീരുണ്ടല്ലോ. ഹോസ്പിറ്റൽ കാണിച്ചിരുന്നോ? ഇല്ല, ഈ നീര് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാ. ഇനി പോകുമ്പോൾ കാണിക്കാം. അതിനവൻ തലയാട്ടുക മാത്രം ചെയ്തു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അതും പറഞ്ഞു പോകുന്നവനെ നോക്കി ദ്രൗപദി ഇരുന്നു. ശിവൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ദ്രൗപദിയെ ഏൽപ്പിച്ചു. അവളത് വാങ്ങി കഴിച്ചു തുടങ്ങി. ശിവൻ ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിക്ക് ശ്രീ അവിടെയെല്ലാം നോക്കിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. അവനൊരു ചായയും കുടിച്ച് ഓഫീസിലേക്ക് തിരികെ വന്നു. അവർ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ടിരുന്നു ഗേറ്റിന് മുമ്പിലായി മണം പിടിച്ച് ചുറ്റി തിരിയുന്ന നായ്ക്കുട്ടിയെ. അത് കണ്ട് ദ്രൗപദി നെറ്റി വിളിച്ചുകൊണ്ട് ഇഷ്ടപ്പെടാതെ അതിനെ നോക്കി. പക്ഷേ ശിവൻ അത് കണ്ടപ്പോൾ പാവം തോന്നി. ശിവൻ ഡോർ തുറന്നിറങ്ങി നായ്ക്കുട്ടിക്കരികിലേക്ക് ചെന്നു. അത് അവന്റെ കാലിന് ചുറ്റും മണം പിടിച്ച് കിടന്നപ്പോൾ ദ്രൗപദി ഇഷ്ടക്കേടോടെ മുഖം വെട്ടിച്ച്. ശിവൻ അതിനെ എടുത്ത് നടക്കുന്ന കണ്ടപ്പോൾ അവർ സംശയത്തോടെ അവനെ നോക്കിയിരുന്നു. അവൻ ആ വണ്ടിക്കാരന്റെ അരികിലേക്ക് പോകുന്നു. അവിടുന്ന് എന്തോ വാങ്ങിയ നായ്ക്കുട്ടി കൊടുക്കുന്നതെല്ലാം അവൾ നോക്കിയിരുന്നു. ദ്രൗപദി പറഞ്ഞനുസരിച്ച് അസീസ് കാർ മുന്നോട്ടെടുത്തു. വീടിന് മുമ്പിൽ കാർ നിർത്തിയപ്പോൾ അവൾ കാറിൽ നിന്നിറങ്ങി ഗേറ്റിലേക്ക് നോക്കി അകത്തേക്ക് കയറിപ്പോയി. കുറച്ചേറെ സമയത്തിന് ശേഷമാണ് ശിവൻ തിരികെ എത്തിയത്. വന്നയുടനെ അവൻ കിണറ്റിനരികിലേക്ക് പോയി. കുളി കഴിഞ്ഞൊരു കാവി കൈലിയും എടുത്ത് ഒരു തോർത്ത് തോളിലൂടെ ഇട്ട് അകത്തേക്ക് വന്നു. പിന്നെ അവൻ നേരെ പോയത് പൂജാമുറിയിലേക്കാണ്. പൂജാമുറിയുടെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് നോക്കി തൊഴുത് അകത്ത് കയറി. ഒരുക്കി വെച്ചിരിക്കുന്ന വിളക്കുകൾ കത്തിച്ച് വെച്ചു. പിന്നെ താരത്തിലെ കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയാൻ തുടങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് ദ്രൗപദി താഴേക്ക് വന്നത്. അവനൊരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. നിനക്കെന്നാ ഇങ്ങനൊരു പേര്? ദ്രൗപദി. സോഫയിലിരുന്ന് തന്നെ നോക്കി ചോദിക്കുന്നവനെ അവൾ മുഖമുയർത്തി നോക്കി. ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചു നേരമായി തന്നെ നോക്കുന്ന കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യമാവുമെങ്കിൽ ചോദിക്കുന്നതെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. എന്തുപറ്റി ഇങ്ങനെ ഒരു ചോദ്യം? അവൾ ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ഏയ് വെറുതെ. അല്ല, ദ്രൗപദിയുടെ അച്ഛനും അമ്മയ്ക്ക് നല്ല ഈശ്വരവിശ്വാസി ആയിരിക്കുമല്ലേ? അതുകൊണ്ടല്ലേ മോൾക്ക് ഇങ്ങനെ ഒരു പേര്? ആഹാ, നല്ല കണ്ടുപിടുത്താണല്ലോ. അച്ഛനും അമ്മയും ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പേരിട്ടു എന്ന്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അവരെ അറിഞ്ഞു വെച്ചിട്ടതാണോ അതോ ആ പേരിട്ടുകൊണ്ടാണോ എന്നറിയില്ല. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ പോലെ തന്നെ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് എനിക്കും. കുടുംബക്കാർ മുഴുവൻ ശത്രുക്കളാ. ഇനി എന്തൊക്കെ അനുഭവിക്കണമെന്നറിയില്ല. അത് ശരിയാണല്ലോ. സ്നേഹിച്ച പുരുഷനൊപ്പം അവരുടെ സഹോദരങ്ങൾ കൂടെ ദ്രൗപദിക്ക് ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെ എന്തെല്ലാം. ഒരു ജീവിതം മുഴുവനും കഷ്ടപ്പാടും വേദനയും മാത്രമായിരുന്നു ദ്രൗപദിക്ക്. അതെ, അപ്പം എന്തർത്ഥത്തിലാ എൻ്റെ അച്ഛനും അമ്മയും പേരിട്ടുണ്ടാവുക? ഈശ്വരവിശ്വാസി ആയതുകൊണ്ടാണെന്ന് ഇപ്പോഴെൻ്റെ വെങ്കിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ അവർക്കറിയാം ഒരു സ്ത്രീ അനുഭവിക്കേണ്ടതിൻ്റെ പരമാവധി അനുഭവിച്ചിട്ടും തോൽവി സമ്മതിക്കാതെ, സ്വന്തം മകളുടെ ചേതനേറ്റ ശരീരം കണ്ടിട്ടും പതറാതെ, തൻ്റെ ശത്രുക്കളോട് ഒരു അലിവും തോന്നാതെ അവരെ പരാജയപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും ശക്തിയായ ഒരു സ്ത്രീയുടെ പേരാണ് തൻ്റെ മകൾക്ക് ദ്രൗപദിയുടെ അച്ഛനും അമ്മ ഇട്ടത്. അതുപോലെ ശത്രുക്കളെ നേരിടാൻ തൻ്റെ മകൾക്കും കഴിയട്ടെ എന്ന് അവരോർത്ത് കാണും. പിന്നെ അവരുടെ ധീരവാനിതയ്ക്ക് 5 ഭർത്താവും മക്കളും ഭഗവാൻ കൃഷ്ണനൊക്കെ കൂട്ടുണ്ടായിരുന്നു വിജയിക്കാൻ. പക്ഷെ ഈ ഉള്ളവൾക്ക് ആരുമില്ല, ഒറ്റക്ക. ഒരു ബോയ് ഫ്രണ്ടുള്ള ഒരു പാവ അമ്പലവാസി പട്ടനാണേ. അവൾ കളിയായി പറയുന്നേട്ട് വെങ്കിയുടെ മുഖം വാടി. അതുകൊണ്ട് നിനക്കിനെ വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ കയറുകൊണ്ട വീർത്ത കവിളിലേക്ക് നോക്കി അവൾ ചിരിയോടെ ചോദിച്ചു. അയ്യടി, അങ്ങനെ നീ ഇപ്പൊ വേറെ നോക്കണ്ട. എന്നെ കൊണ്ട് ശത്രുക്കൾ അടിച്ചിടാനോ അവരിൽ നിന്നൊരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ സംരക്ഷിക്കാനോ നിന്റെ ശത്രുക്കൾ ഇടിച്ച് നിലംപരിശാക്കുന്ന നായകനാവാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം, പട്ടിണിയില്ലാതെ നോക്കിക്കോളാം. പതിയെ സങ്കടത്തോടെ പറയുന്നവനെ ദ്രൗപദി സ്നേഹത്തോടെ നോക്കി. അവന്റെ ഓരോ വാക്കും തന്റെ ഉള്ളിൽ പതിയുന്ന പോലെ അവൾക്ക് തോന്നി. ഞാൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നീ എന്നെ ഇഷ്ടപ്പെട്ട? പിന്നെ നിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു? വെങ്കിയുടെ മുഖം ഇപ്പോൾ വീർത്തു പൊട്ടുമെന്ന് അവൾക്ക് തോന്നി. അതിന് ഞാനെന്ത് പറഞ്ഞാൽ നീ പറയുന്നത്? ദ്രൗപദിയിൽ വീണ്ടും കുറുമ്പായിരുന്നു. നീ പറഞ്ഞില്ലേ ദ്രൗപദിക്കുള്ള പോലെ ശക്തനായിട്ടുള്ള ഭർത്താവല്ല ഞാനെന്ന്. അങ്ങനെ ഒരാളെയാണ് നീ ആഗ്രഹിച്ചിരുന്നു.
ഇപ്പൊ എന്തെങ്കിലും കളി പറഞ്ഞാൽ പോലും വെങ്കിക്ക് സങ്കടമാവുമെന്ന് അവൾക്കറിയാം. അവൾ കുറച്ചേരം അവനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ എഴുന്നേറ്റ് അവനരികിലേക്ക് ചെന്നിരുന്നുകൊണ്ട് വെങ്കിയുടെ കയ്യിൽ തന്റെ കൈ കോർത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് വെങ്കിയെ പോലെ ഒരാൾ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ എനിക്കരികിൽ ഇങ്ങനെ ഇരിക്കും. അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ദ്രൗപദി വീണ്ടും പറഞ്ഞു, എനിക്ക് വേണ്ടി അടിച്ചിടാനും എന്നെ സംരക്ഷിക്കാനും കഴിവുള്ള ഒരാണിനെയല്ല എനിക്ക് വേണ്ടത്. എന്നെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരാളെയായിരുന്നു. അതിന് പണമോ ജാതിയോ ധൈര്യമോ ഒന്നുമല്ല ആവശ്യം, സ്നേഹമായിരുന്നു. നിന്നെ കണ്ടപ്പോൾ, അടുത്ത് പരിചയപ്പെട്ടപ്പോൾ, നിനക്ക് നിന്റെ വീട്ടുകാരുടെ സ്നേഹം കണ്ടപ്പോൾ ഓർമ്മ കാലം മുതൽ ഒറ്റയ്ക്ക് ജീവിച്ച എനിക്കും നിന്റെ സ്നേഹം വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ ഈ കൂശുമ്പച്ചക്കൻ ഇങ്ങനെ എനിക്കരികിൽ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ വെങ്കിക്ക് സന്തോഷമായി. അപ്പം അടിച്ചിടുന്നതിലും നല്ല കാര്യം നിന്റെ പെണ്ണിനെ അറിയാം. ശത്രുക്കൾ വരുമ്പോൾ പിന്നെ അടിച്ചിടാതെ സ്നേഹം കൊണ്ട് കാര്യമുണ്ടോ? അടിച്ചിടേണ്ടത് അടിക്കുക തന്നെ വേണം. നിന്നെ കൊണ്ടോ പറ്റില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, വരുന്നവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു കണ്ണിറുക്കി പറയുന്നവളെ വെങ്കി കൂർപ്പിച്ച് നോക്കി. നീ അത്രയ്ക്ക് കഷ്ടപ്പെടണ്ട, നമുക്കൊരു ബോഡി ഗാർഡ് വെക്കാം. അയ്യടാ, നമ്മൾ ആത്മാർത്ഥമായിട്ട് സംരക്ഷിക്കുന്നവരാരും കാണില്ല. അങ്ങനെയുള്ളവർ കൂടുതൽ പണം കിട്ടുമ്പോഴേ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യും. അങ്ങനെയല്ലാത്തവരുമുണ്ട്. ഞാൻ വിളിച്ചവരുമല്ലോ. എനിക്കെൻ്റെ സഹോദരനെ പോലെ ഒരാളുണ്ട്. ആൾക്ക് കൊട്ടേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. ഒരിക്കലും 4 പേര് ചേർന്ന് അടിക്കാൻ വന്നപ്പോൾ ഒറ്റയ്ക്ക് അടിച്ചിട്ടുണ്ടെന്ന് അപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അവൾക്ക് മോനെ പോലെയാ. ആഹാ, അപ്പം ആള് മോശക്കാരനല്ല. നമുക്കൊരു കൈ നോക്കിയാലോ? ഈ പാണ്ഡവരെ പോലെ, പാഞ്ചാലിയെ പോലെ അയാളെങ്കിൽ കിട്ടിയാലോ? നിനക്ക് സഹോദരനെ പോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ചിരിയോടെ പറയുന്നവളെ വെങ്കി ചുണ്ടൂട്ടി കാണിച്ചു. നിനക്കെല്ലാം തമാശയാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ദ്രൗപദിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സംരക്ഷിച്ച പോലെ ആളും നിന്നെ സംരക്ഷിക്കുന്നേ. എനിക്കും നിന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. സീരിയസ് ആയി അതും പറഞ്ഞ് ദ്രൗപദിയെ നോക്കിയപ്പോൾ വെങ്കി കാണുന്നത് തന്നെ നോക്കി ചിരിയോടെ ഇരിക്കുന്ന ദ്രൗപദിയെയാണ്. അവൾ തന്നെ കളിയാക്കിയാണെന്ന് കണ്ട് അവൻ കെറിവിച്ച് പോവാൻ എഴുന്നേറ്റ്. അത് കണ്ട് ദ്രൗപദി വേഗം അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൻ അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു. വേണമെങ്കിലേ വെങ്കി, തൽക്കാലം എനിക്ക് പാർട്ടിയും സംരക്ഷണം വേണ്ട. നിന്റെ ഗുണ്ടാച്ചേൻ്റെ പോലെ ഒരു 4 പേർക്ക് വന്നാലും അടിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയും. എൻ്റെ ചെക്കനെ ഒരു പവറിൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും അതിന് കഴിയാതെ വന്നാൽ അപ്പം നമുക്ക് നിന്റെ ചേട്ടനെ വിളിക്കാം. ഒന്ന് ചിരിക്കുക ചെക്ക. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വെങ്കി ചിരിക്കുന്നില്ലെന്ന് കണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു. വെങ്കിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട ദ്രൗപദിയുടെ ഉള്ളു പിടഞ്ഞു. എന്താ വെങ്കി, എന്തിനാ നീ കരയുന്നേ? അവനവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. എനിക്കെന്തോ പേടിയാവുന്നു. എന്തൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്ന പോലെ. നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും രാത്രിയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് നീയില്ലാതെ ഇനി പറ്റില്ല. എന്തു വന്നാലും നേരിടാന്നുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല. തന്നെ കെട്ടിപ്പിടിച്ച് പറയുന്നവന്റെ കണ്ണുനീര് തൻ്റെ തോളിൽ വീഴുന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. വെങ്കി, അവൾ പതിയെ വിളിച്ചു. എന്തുവാ ഇത് കുഞ്ഞുങ്ങളെ പോലെ? ഓടി, നിനക്കിതൊന്നും കേട്ടാലും മനസ്സിലില്ലെന്ന് എനിക്കറിയാം. ചുമ്മാതല്ല എല്ലാവരും നിന്നെ രാക്ഷസി എന്ന് വിളിക്കുന്നത്. തന്നോട് പറഞ്ഞിട്ട് കണ്ണു തുറക്കുന്നവനെ അവൾ വിളിച്ചുകൊണ്ട് കണ്ണുരുട്ടി. ഞാനിന്ന് വൈകുന്നേരം വീട്ടിൽ പോകും. 2 ദിവസം കഴിഞ്ഞേ വരൂ. ശരി, നീ പോയി നിന്റെ അമ്മയുടെ മടി കിടന്ന് അമ്മ വാരിത്തിരുന്ന ചോറ കഴിച്ച് അനിയത്തിമാരുടെ അടിയൊക്കെ ഉണ്ടാക്കി മൂട് മാറ്റിയിട്ട് വാ. താൻ കളിയാക്കിയിട്ടും തന്നെ തന്നെ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്നവനെ നോക്കി അവൾ ചിരിച്ചു. പെട്ടെന്നാണ് വെങ്കി തൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ചുവന്ന ചരടഴിച്ച് അവളുടെ കയ്യിൽ കെട്ടിയത്. അത് തടയാൻ നോക്കിയപ്പോൾ അവൻ അവളോട് കണ്ണുകൊണ്ട് യാചിച്ചു. പിന്നെ ദ്രൗപദി ഒന്നും പറഞ്ഞില്ല. നിന്റെ രക്ഷ എനിക്ക് കിട്ടിയാ നീ എന്ത് ചെയ്യും വെങ്കി? എനിക്ക് വേറെ ഉണ്ട്. അവൻ കഴുത്തിൽ കൊരുത്തിരിക്കുന്ന ചരട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് മാത്രമല്ലല്ലോ, ഇവിടെയുണ്ടല്ലോ കനത്തിനൊരെണ്ണം. അവൾ അവൻ്റെ ഇടുപ്പിലായി എന്നുള്ള കുസൃതിയോടെ പറഞ്ഞു. അത് കേട്ട് അവൻ്റെ നന്നേ വെളുത്ത മുഖം ചുവന്നു വരുന്ന് അവൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. അവളുടെ കയ്യിൽ കെട്ടിയിട്ട് വെങ്കി നോക്കിയപ്പോൾ ദ്രൗപദി അസ്വസ്ഥതയോടെ തൻ്റെ കയ്യിലേക്ക് നോക്കി. ഇത് അഴിച്ചുകളഞ്ഞ ഞാൻ മിണ്ടില്ല, നോയിക്കോ. അവൻ പറയുന്ന കേട്ടപ്പോൾ ദ്രൗപദിക്ക് അവൻ്റെ ഭാവങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടേതുപോലെ തോന്നി. ഈ ചരടെല്ലാം നീ കെട്ടിയിട്ടും 2 ദിവസം മുമ്പ് നീ വീണില്ലേ പാർത്ത? അത് ഈ ചരടിൻ്റെ ശക്തിയാ. വലുതായിട്ട് വരാനുള്ളത് അങ്ങനെ ചെറുതായിട്ട് പോയതായിരിക്കും. അതിനമ്മ എനിക്ക് വേറെ ചരട് പൂജിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കെട്ടിക്കോളാം. അവൻ പറയുന്ന കേട്ടപ്പോൾ ദ്രൗപദിയുടെ കണ്ണ് തള്ളി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. പിറ്റേന്ന് വീഡിയോ കോൾ വിളിച്ചപ്പോൾ കണ്ടു. നല്ല വീതിക്ക് ആ വെളുത്ത കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ ചുവന്ന ചരട്. എന്നിട്ട് ഒരു ദൈവങ്ങൾ അവനെ സംരക്ഷിച്ചില്ലെന്ന് ഓർത്തപ്പോൾ ദ്രൗപദിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കണ്ണു തുറന്ന് ദ്രൗപദി കാണുന്നത് തൻ്റെ വയറിലായ ആരതി ഒഴിയുന്ന ശിവനെയാണ്. ഒറ്റത്തട്ടിന് അവൾ ആ താരം തെറിപ്പിച്ചു. അതേ സ്പീഡിൽ തന്നെ ശിവന്റെ കൈ അവളുടെ മുഖത്ത് പതിച്ചില്ലെന്ന പോലെ നിന്നു. ശിവൻ തന്റെ കൈ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ദ്രൗപദി അവന്റെ കൈയിലേക്കും ശിവനെയും മാറി മാറി നോക്കി. ശിവൻ തന്റെ കൈ അവൾക്കരികിൽ നിന്ന് പിൻവലിച്ചതും സ്റ്റാൻഡിൽ നിന്ന് ഫ്ലവർ വേഴ്സ് തറയിൽ ചിന്നിച്ചിതറിയതും ഒരുമിച്ചായിരുന്നു. അവൾ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റതും വയറൊന്ന് കൊളുത്തി വലിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ദ്രൗപദി വയറിലായി അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണിറുക്കി അടച്ചു.
ദേഷ്യം കൊണ്ട് വിറച്ചു നിന്ന ശിവൻ അവളുടെ കൈ വയറിൽ അമർത്തി പിടിക്കുന്ന കണ്ട് കണ്ണി ചുരുങ്ങി. എന്താ? അവൻ അവളോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടപ്പോൾ ദ്രൗപദിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. എങ്കിലും വേദന കൊണ്ട് അവൾ പല്ലി കടിച്ചു പിടിച്ചെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. നീ എന്താണെന്ന്? ശിവന്റെ ശബ്ദമുയർന്നു. വയറ് കൊളുത്തി പിടിക്കുന്ന പോലെ. എങ്ങനെ കൊളുത്തി പിടിക്കാതിരിക്കും? അങ്ങനെയുള്ള പണിയിൽ നീ ചെയ്ത് കണ്ടില്ലേ? താലം തട്ടി തുറപ്പിച്ച്. എന്താ അഹങ്കാരം ഉണ്ടായിട്ടാ? ഇല്ലെങ്കിൽ ഇത് ചെയ്ത് നിന്നെ തറയിന്നും വടിച്ചെടുക്കേണ്ടി വന്നേനെ. അവളെ പതിയെ പിടിച്ചിരുത്തുന്നതിനോടൊപ്പം ശിവൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ടീ ടേബിൾ അവൾക്കരികിലേക്ക് വലിച്ചിട്ട് ദ്രൗപദിയുടെ കാലെടുത്ത് അതിന് മുകളിലായി വെച്ച് പിന്നെ ഫ്ലാസ്കിലിരിക്കുന്ന ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലായിട്ട് ദ്രൗപദിക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ഒറ്റവലിക്ക് കുടിച്ചു. നീ കുറേശ്ശെ എന്റെ കൊച്ചിന് പൊള്ളിപ്പോവും. നിന്റെ കൊച്ചോ? ആൾ രൂക്ഷമായി നോക്കി ചോദിച്ചപ്പോൾ ശിവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. അറിയാതെ നാവിന്ന് വന്നുപോയതാണേ, ക്ഷമിക്കണം. അവൻ അവളെ നോക്കാതെ പറഞ്ഞു. എങ്കിൽ നിനക്ക് കൊള്ളാം. അല്പം ആശ്വാസം തോന്നിയവൾ ഒന്നുകൂടെ നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ പല്ല് കടിച്ചു പിടിച്ച് നോക്കി. പിന്നെ താലത്തിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പൂജാമുറിക്കരിയിലേക്ക് ചെന്ന് താല അവിടെയായി വെച്ചുകൊണ്ട് അവൻ വിഗ്രഹത്തിലേക്ക് നോക്കി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അവളുടെ വിഷമങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ആയിരിക്കും ദ്രൗപദിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അതിൻ്റെ പേരിൽ അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനൊന്നും പറ്റരുത്. അതിനെ കാത്ത് നിന്നെ പൂജ ചെയ്യുന്ന ഒരു കുടുംബമുണ്ട്. അവരെ വീണ്ടും തോരാക്കണ്ണീരിലേക്ക് ആക്കരുത്. ഞാനൊരു കൂളമാല തീർച്ചയായിട്ട് തന്നോളാം. മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവൻ അവൾക്കരികിലേക്ക് വന്നു. ഫ്ലവർ വേസ് പൊട്ടിക്കിടക്കുന്ന നിലത്തുനിന്ന് മാറ്റാൻ തുടങ്ങി. ദ്രൗപദി അവൻ ചെയ്യുന്നെല്ലാം നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. നീ പൂജാമുറി അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ എപ്പോൾ വാങ്ങി? അവൻ അതെല്ലാം പെറുക്കി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളുടെ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി. ഇന്ന് കാലത്ത്. അവൾ മനസ്സിലായില്ലെന്ന പോലെ അവനെ നെറ്റി വിളിച്ച് നോക്കി. ഇവിടെ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നില്ലേ അസീസിക്കയോടൊപ്പം? ഡ്രൈവിംഗും പഠിക്കാൻ വിശ്വസിച്ച് ആഹാരം കഴിക്കാലോ. നമ്മൾ പോയി നോക്കിയെടുത്താ. അങ്ങനെയാ പോയത്. അപ്പോഴാ ഇതൊക്കെ കണ്ട്. അമ്പലത്തിൽ കയറാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ജനിച്ച മുതൽ ആ ചുറ്റുപാടിലല്ലേ വളർന്ന്. അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാ ഇവിടെ ഒരു പൂജാമുറി ഒരുക്കാന്ന് വെച്ച്. അവൻ സമാധാനത്തിൽ പറഞ്ഞു. അത് നിന്റെ വിശ്വാസമായിരിക്കും, പക്ഷെ എനിക്കിതിലൊന്നും വേണ്ട. വെറുതെ ദൈവനിഷേധം പറയരുത്. അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ശിവൻ സമാധാനത്തിൽ പറഞ്ഞു. ദൈവനിഷേധമല്ല, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ അനുവദിക്കുകയില്ല. ദ്രൗപദി ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കിതുണ്ടെങ്കിലേ പറ്റൂ. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കാര്യമില്ല. എനിക്ക് അമ്പലത്തിൻ്റെയും പൂജാമുറിയുടെയും എല്ലാം സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ ജനിച്ച് കുറച്ച് കഴിഞ്ഞ മുതൽ അമ്പലത്തിലല്ലേ വളർന്ന്. അതുകൊണ്ട് അത് അത്ര പെട്ടെന്നൊന്നും മാറില്ല. അപ്പം നീ ജയിലിൽ കിടക്കുന്ന സമയത്തോ? ജയിലുകളിലും അമ്പലവും പള്ളിയൊക്കെ ഉണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ ഫോട്ടോയും വിളക്കൊക്കെ അവിടെ സെല്ലിലും ഉണ്ടായിരുന്നു. ആൾ വീണ്ടും എന്തോ പറയാമെന്നു ശിവൻ അത് കേൾക്കാൻ നിൽക്കാതെ അടുക്കളയിലേക്ക് പോയി. അന്നത്തെ ദിവസം രണ്ടുപേരും പരസ്പരം വേറെ സംസാരിക്കാൻ നിന്നില്ല. പിറ്റേന്ന് പതിയെ പോലെ ഓഫീസിലേക്ക് പോയെങ്കിലും ഉച്ചവരെ അവൾ ഓഫീസിലിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകണമായിരുന്നു. ശിവനും അവളോടൊപ്പം ഉണ്ടായിരുന്നു. മായ ദ്രൗപദിയെ പരിശോധിക്കുമ്പോഴും നോട്ടം ശിവനിൽ തന്നെയായിരുന്നു. വെയിറ്റ് 1 കിലോ കൂടിയിട്ടുണ്ട്. പക്ഷെ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ കൂട്ടിയെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അന്ന് ഞാൻ എഴുതിയ ടാബ്ലറ്റുകളെല്ലാം നിർത്തുകയാണ്. ഒരുപാട് ടാബ്ലറ്റുകൾ കഴിക്കുന്നത് ഇപ്പോൾ നല്ലതല്ല. പിന്നെ ഞാൻ പ്രോട്ടീൻ പൗഡർ എഴുതുന്നുണ്ട്. അത് പാൽ കലക്കി കുടിക്കണം. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? മായ ദ്രൗപദിയെ നോക്കി ചോദിച്ചു. കാലിൽ നല്ല നീരുണ്ട്, പിന്നെ ഞരമ്പ് വലിയലുണ്ട്, മസിൽ പിടിക്കുന്ന പോലെ. ശിവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇല്ല എന്ന് പറയാൻ വന്ന ദ്രൗപദിയും മായ ഒരുമിച്ച് അവനെ മുഖമുയർത്തി നോക്കി. മായ അത്ഭുതത്തോടെ അവനെ നോക്കി. പിന്നെ സംശയത്തോടെ ദ്രൗപദിയെ നോക്കി ചോദിച്ചു. കാല് കഴക്കുന്നുണ്ടോ? ചെറുതായി. എവിടെ നോക്കട്ടെ? മായ പറഞ്ഞ ദ്രൗപദി ശിവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പാൻ്റ് അല്പം പൊക്കി കാണിച്ചു. മുട്ടിനൽപ്പം താഴെയായി പിറകുവശത്ത് ഞരമ്പ് പിടഞ്ഞിടക്കുന്നു നീരും കണ്ട് മായ അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. ഇതാണോ കുറച്ച്? പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയൊക്കെ വരുന്ന സർവ്വസാധാരണമാണ്. ചിലപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ മാറുകയും ചെയ്യും. പക്ഷെ അതിന് നമ്മൾ ഇതെല്ലാം നന്നായി ശ്രദ്ധിക്കണം. ഇനി മുതൽ ബാൻഡേജ് ഇട്ട് നടന്നാൽ മതി. വളരെ നന്നായി വലിച്ചിടണം. പിന്നെ ദ്രൗപദി മീനിറച്ചിയൊന്നും കഴിക്കാറില്ല. അതുകൊണ്ടാണോ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാതെ? വീണ്ടും ശിവൻ ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല. കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടല്ലോ. എങ്കിലും മുട്ടയിറച്ചി മീനൊക്കെ കഴിക്കുന്നത് നല്ലതാ. ഇന്നലെ വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട് അവർ എപ്രാളത്തോടെ ദ്രൗപദിയോട് ചോദിച്ചു. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഇതെന്താ നീ നേരത്തെ പറയാത്ത? ഈ സമയത്ത് വയറുവേദന വരുന്നത് അത്ര നല്ലതല്ല. ഏയ് അത് സാരല്ലോ മമ്മ. ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ ദ്രൗപദി അവരോട് മുഴുവനും പറയാതെ പറഞ്ഞു നിർത്തി. അവൾ പറയുന്ന കേട്ടപ്പോൾ മായ ദേഷ്യത്തോടെ അവൾ നോക്കി പറഞ്ഞു. നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഇങ്ങനെ ചാടിയൊന്ന് എഴുന്നേൽക്കുകയും ഒരുപാട് ദേഷ്യപ്പെടുകയോ ഉറക്കെ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അവൾ അവരെ നോക്കാതെ പറഞ്ഞു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ മായ ശിവനോട് പറഞ്ഞു. ഇനിയും ഇങ്ങനെ ഉണ്ടായി വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരണം. ശിവൻ അവരെ നോക്കി തലകുലുക്കി. അവൻ അവൾക്ക് ആഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓരോന്ന് വിശദമായി ചോദിച്ചു.
ആദ്യം ശിവനെ കണ്ടപ്പോൾ മായയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അവർ വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ടും കേൾക്കാതെ അവരോടൊപ്പം തന്നെ വന്നവന്റെ നിൽപ്പും ഭാവം കണ്ട് അസ്വസ്ഥമായ മനസ്സോടെയാണ് മായ ദ്രൗപദിയെ നോക്കിയത്. എന്നാൽ 6 മാസം പൂർത്തിയാവാറായിട്ടും ഇന്നുവരെ ദ്രൗപദി ഈ വക ഒരു കാര്യങ്ങളും മായയോട് പറഞ്ഞിട്ടില്ല. അവളുടെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ പറയുകയും അതിനെന്ത് വേണമെന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നതിനോട് മായയ്ക്കും മതിപ്പ് തോന്നി. എന്നാൽ അതേസമയം ദ്രൗപദിയും ശിവൻ ഓരോന്ന് പറയുന്നേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയായിരുന്നു. തനിക്ക് കാലുവേദനയുണ്ടെന്നും താൻ ഇറച്ചിയും മീനും കഴിക്കില്ലെന്നുമൊക്കെ അവൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴാണ് ശിവൻ തനിക്ക് ആഹാരം വെച്ചിരുന്നില്ലൊന്നും ഇറച്ചിയും മീനുമായിട്ടുള്ള യാതൊരു ഐറ്റംസും ഇല്ലായിരുന്നെന്ന് അവൾ ഓർത്ത്. അവൾക്കത് ഓർമ്മ വന്നപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇന്നുവരെ തൻ്റെ ഇത്രയും നിസ്സാര കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന, താൻ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരാളും തന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് അവൾക്ക് ഓർത്തു. എന്നാൽ ശരി, ഞാൻ പോയി ടാബ്ലറ്റ് വാങ്ങി വരാം. ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ദ്രൗപദിയോട് അതും പറഞ്ഞുകൊണ്ട് ശിവൻ ഫാർമസിയിലേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.